നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനെ ഇനിയും മന്ത്രിസഭയിൽ വച്ചുപൊറിപ്പിക്കുന്നത് CPM തന്നെ നാണക്കേടാണെന്ന് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നു. നിലമ്പൂരിൽ ഒരു കുട്ടി പന്നിക്ക് വച്ച ഇലക്ട്രിക് കെണിയിൽ പെട്ട് മരിച്ച സംഭവത്തിൽ വളരെ നിരുത്തരവാദപരമായ പ്രസ്താവന നടത്തിയ മന്ത്രി AK ശശീന്ദ്രൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് LDFനെ വെട്ടിലാക്കുകയാണെന്നാണ് CPM പറയുന്നത്. പലപ്പോഴും മുഖ്യമന്ത്രിയുടെ സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് AK ശശീന്ദ്രനെതിരെ പാർട്ടി തിരിയാതിരുന്നത്. വനം വകുപ്പിനെ ഏറ്റവും മോശമായ രീതിയിൽ, ഏറ്റവും കുത്തഴിഞ്ഞ രീതിയിൽ കൊണ്ടുനടക്കുന്ന ഒരു വനം മന്ത്രിയാണ് AK ശശീന്ദ്രൻ എന്ന് മാധ്യമങ്ങളെല്ലാം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയുടെ സംരക്ഷണം ഉള്ളതുകൊണ്ട് ശശീന്ദ്രനെതിരെ CPM നിന്നും അങ്ങനെ കലാപക്കൊടിയൊന്നും ഉയരുന്നില്ല. എന്നാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പന്നിക്കണിയിൽ വീണ് കുട്ടി മരിച്ചപ്പോൾ അത് UDF ഗൂഢാലോചനയാണെന്ന് മന്ത്രി പറഞ്ഞത് CPM വലിയ രാഷ്ട്രീയമായ തിരിച്ചടി അവിടെ ഉണ്ടാക്കി. UDF ആകട്ടെ അത് ശക്തിയായി ഉന്നയിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു. പന്നിക്കണിയിൽ ഒരു കുട്ടി പെട്ടുപോയത് കാരണം കമ്പി വളച്ചു വെച്ച് അതിൽ വലിയ തോതിലുള്ള ഇലക്ട്രിസിറ്റി കടത്തിവിട്ടാണ് പന്നിയെ പിടിക്കുന്നത്. ആ കെണിയിൽ അറിയാതെ ഒരു 15 വയസ്സുകാരനായ കുട്ടി ചെന്ന് ചാടുകയായിരുന്നു. ആ കുട്ടി തൽക്ഷണം മരണപ്പെടുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ് നിസാരവൽക്കരിക്കുന്ന മന്ത്രിയുടെ നടപടി CPM ഇടതുമുന്നണിക്കും വളരെയേറെ ദോഷം ചെയ്യുമെന്നാണ് CPM നേതാക്കൾ പറയുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പന്നിക്കണിയിൽ വീണ് മരിച്ച നിർഭാഗ്യവാനായ കുട്ടിയെ ചുറ്റിപ്പറ്റിയാണ് ഈ പ്രചരണം പോലും കൊഴുകുന്നത്. അത്തരത്തിൽ ആ കുട്ടി ദൗർഭാഗ്യകരമായി മരണപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിന് തന്നെയാണെന്നും വനംവകുപ്പിന് തന്നെയാണെന്നും UDF പറയുമ്പോൾ അത് UDF നടത്തിയ ഒരു ഗൂഢാലോചനയാണെന്നാണ് വനംവകുപ്പ് മന്ത്രി നിരുത്തരവാദപരമായ രീതിയിൽ പറഞ്ഞത്. അതിനെ മുഖ്യമന്ത്രി തള്ളുകയും വനം മന്ത്രി ശശീന്ദ്രൻ തന്നെ നിവർത്തികേട് കൊണ്ട് തിരുത്തി പറയുകയും ചെയ്തു. എന്നാൽ തിരുത്തി പറയണമെന്നും ജനങ്ങളുടെ മുമ്പിൽ ഏൽക്കില്ലെന്നും ശശീന്ദ്രനെ ഇനി മന്ത്രിസഭയിൽ വച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നുമാണ് CPM കേന്ദ്രം, പ്രത്യേകിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്തയാളാണ് AK ശശീന്ദ്രൻ എന്നതുകൊണ്ടാണ് അദ്ദേഹം 2ാം തവണയും പിണറായി മന്ത്രിസഭയിൽ വന്നത്. തുടർച്ചയായി മന്ത്രിയാകുന്നതിൽ റെക്കോർഡ് വരെ ഇട്ട ആളാണ് AK ശശീന്ദ്രൻ. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു മാധ്യമപ്രവർത്തകയുമായി നടത്തിയ അശ്ലീല സംഭാഷണത്തിന്റെ പേരിൽ ഏതാണ്ട് 1 വർഷത്തോളം രാജിവെച്ച് പുറത്തു നിൽക്കേണ്ടി വന്നെങ്കിലും അന്വേഷണം കഴിഞ്ഞ് അദ്ദേഹം മന്ത്രിയായി തിരിച്ചു കയറുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ സംരക്ഷണ വലയമുള്ളതുകൊണ്ട് ആരും അദ്ദേഹത്തിനെതിരെ തിരിയാറില്ല. നേരത്തെ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കുമ്പോഴും ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ വളരെയേറെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അദ്ദേഹം വളരെ നിരുത്തരവാദപരമായാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും ഒട്ടും അദ്ദേഹം കാര്യക്ഷമതയില്ലാത്ത വകുപ്പും വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതെന്നും അങ്ങനെ വകുപ്പിനെ കൊണ്ടുകിടക്കാനുള്ള കാര്യക്ഷമതയോ അറിവോ അദ്ദേഹത്തിന് ഇല്ല എന്നുമാണ് പലപ്പോഴും CPM ആരോപിക്കാറുള്ളത്. CPM തൊഴിലാളി സംഘടനകൾ തന്നെ അദ്ദേഹത്തിനെതിരെ പലപ്പോഴും പരസ്യമായി രംഗത്ത് വന്നെങ്കിലും മുഖ്യമന്ത്രി അദ്ദേഹത്തെ സംരക്ഷിക്കാൻ എടുക്കുന്ന നിലപാട് മൂലം പലപ്പോഴും AK ശശീന്ദ്രൻ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇനി AK ശശീന്ദ്രൻ വച്ചുകൊണ്ടിരിക്കുന്ന അപകടമാണെന്ന് തന്നെയാണ് CPM പറയുന്നത്. കാരണം നിലമ്പൂരിൽ ഒരു കുട്ടി പന്നിക്കടയിൽ പെട്ട് മരിച്ചുമ്പോൾ അത് രാഷ്ട്രീയപരമായിട്ട് എടുക്കാനും രാഷ്ട്രീയപരമായി അതിനെ വ്യാഖ്യാനിക്കാനും രാഷ്ട്രീയപരമായി പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്താനും വനം മന്ത്രി നടത്തിയ ശ്രമം ശരിക്കും UDFന് ഗുണം ചെയ്തുവെന്നും LDFന് അതിന് തിരിച്ചടിയായി മാറിയെന്നുമാണ് ഇപ്പോൾ CPM കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് ഇടതുമുന്നണി പറയുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അതേ അഭിപ്രായം തന്നെയാണുള്ളത്. മന്ത്രി എന്ത് വന്നാലും മന്ത്രിസഭയിൽ നീക്കണം. കാരണം ഇനി ഇത്തരത്തിലുള്ള മന്ത്രിയെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കുമെന്നും വന്യജീവി ആക്രമണത്തിൽ നിരവധി മനുഷ്യർ കൊല്ലപ്പെടുമ്പോഴും മന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടാനോ ഒരു കാര്യം ചെയ്യാനോ തയ്യാറാവുന്നില്ലെന്നും കാര്യക്ഷമതയില്ലാത്ത രീതിയിലാണ് അദ്ദേഹം വകുപ്പ് കൊണ്ടുപോകുന്നതെന്നും അത് CPM തിരിച്ചടി ഉണ്ടാക്കുന്നുവെന്നാണ് CPM നേതാക്കൾ പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ശശീന്ദ്രനെ മാറ്റുന്ന കാര്യത്തിൽ മനസ്സ് തുറന്നിട്ടില്ല എന്നാണ് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം ഉടൻ മനസ്സ് തുറക്കുകയുമില്ല. ഏതായാലും CPM അതിശക്തമായി പറയുകയാണ് AK ശശീന്ദ്രനെ മന്ത്രിസഭയിൽ നിന്നും നീക്കിയേ തീരുവെന്ന്.